നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടൻ മാനവവിഭവശേഷിയിൽ വരും കാലങ്ങളിൽ ഏറെ പിന്നിലാകുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു. രാജ്യത്ത് ഓരോ ദിവസവും ജനിക്കുന്നവരെക്കാൾ മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ. ജനസംഖ്യാ വർധനവിൽ എക്കാലത്തെയും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യം കൂപ്പുകുത്തുമെന്ന് സൂചന. ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 2034 ആകുമ്പോൾ രാജ്യത്തെ ജനസംഖ്യ 71 മില്യൺ മാത്രം. രാജ്യത്തെ ജനസംഖ്യയുടെ ഘടന മാറുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ. വടക്കൻ ലണ്ടനിൽ 2 ജൂത പുരുഷന്മാർക്ക് കുത്തേറ്റ സംഭവം തീവ്രവാദ ആക്രമണവുമായി പ്രഖ്യാപിച്ച് പോലീസ്. കുത്തേറ്റത് വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീനിൽ 76ഉം 34ഉം വയസ്സുള്ള 2 ജൂത പുരുഷന്മാർക്ക്. ആക്രമണം മനഃപൂർവ്വം ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചാണോ എന്ന അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവം വടക്കൻ ലണ്ടനിലെ ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നിരവധി തീവെയ്പ് ആക്രമണങ്ങൾക്ക് പിന്നാലെ. കോബ്ര യോഗം വിളിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. മണ്ടേൽസിനെ അംബാസഡർ പദവിയിലെത്തിച്ച തീരുമാനത്തിൽ വീഴ്ചകൾ വരുത്തിയ പ്രധാനമന്ത്രിയെ ഇനിയും ചുമക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ ആഞ്ചല റെയ്നറെ പിന്തുണയ്ക്കുന്ന എംപിമാർ. കീർ സ്റ്റാർമർ പുറത്തു പോകണമെന്ന് മറയില്ലാതെ വ്യക്തമാക്കി റെയ്നർ അനുകൂലികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് സ്റ്റാർമറുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ആയുസ്സില്ല എന്ന് വിമതപക്ഷം. കീർ സ്റ്റാർമറുടെ നേതൃത്വം തുടരുന്നിടത്തോളം ലേബർ പാർട്ടി കുട്ടിപ്പീഡകരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന കുപ്രശസ്തി നിലനിർത്തുമെന്ന് റെയ്നർ അനുകൂലികൾ. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ നയതന്ത്ര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളുടെ മന്ദഗതിയിലുള്ള പോക്കിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ട്രംപ്. ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ അറിയില്ല എന്നും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ കൂടുതൽ ആക്രമണോത്സുകമായ സമീപനം സ്വീകരിക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. മിസൈൽ സാങ്കേതിക വിദ്യ, ഉപരോധങ്ങൾ എന്നിവ മാറ്റിവെച്ച് പശ്ചിമേഷ്യയിലെ വെടിനിർത്തലിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനിലെ യുദ്ധത്തിന് US ചെലവായത് $2500 കോടി എന്ന് പെന്റഗൺ. യുക്രൈനേക്കാൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ചതിനാലാണ് താൻ രാജിവെച്ചതെന്ന വെളിപ്പെടുത്തലുമായി യുക്രൈനിലെ മുൻ US അംബാസഡർ ബ്രിജിറ്റ് ബ്രിങ്കിന്റെ വെളിപ്പെടുത്തൽ തന്റെ പിൻഗാമിയായ ജൂലി ഡേവിസിന്റെ വിടവാങ്ങലിനെ കുറിച്ചുള്ള ഒരു എക്സ്പോസിനോട് പ്രതികരിച്ച കുറിപ്പിൽ. ഏകാധിപതികളുടെ പക്ഷം പിടിക്കുന്നത് ഞങ്ങളുടെ രീതിയല്ല എന്ന് ബ്രിങ്കിന്റെ പ്രതികരണം. ബ്രിങ്കിന് ശേഷം US അംബാസഡറായി ചുമതലയേറ്റ ജൂലി ഡേവിസ് സ്ഥാനമൊഴിയുന്നത് 1 വർഷം പോലും തികയ്ക്കാതെ. യുക്രൈനോടുള്ള അമേരിക്കയുടെ പിന്തുണ കുറയുന്നതിലെ അതൃപ്തിയാണ് ജൂലി ഡേവിസിന്റെ രാജിക്ക് പിന്നിലും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് സർക്കാർ രൂപീകരിക്കുമെന്ന് TVK നേതാവ് KK ആനന്ദ് മോഹൻ. വോട്ടെണ്ണലിന്റെ അടുത്ത ദിവസം ചെന്നൈയിൽ ആലോചനാ യോഗം വിളിച്ചു ചേർത്ത് വിജയ്. തമിഴ്നാട്ടിൽ ഭൂരിഭാഗവും എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് DMK-യുടെ ഭരണ തുടർച്ച. TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി ഭരണകക്ഷിയായ DMK അട്ടിമറിക്കുമെന്നും ആക്സിസ് മൈ ഇന്ത്യ ഫലം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. UDF-ന് ഭരണം ലഭിക്കുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോളിൽ UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയത് VD സതീശന്. ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ച് വേണം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനം വരേണ്ടതെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും സമ്പത്തായ മാനവവിഭവശേഷിയിൽ ബ്രിട്ടൻ വരും കാലങ്ങളിൽ ഏറെ പിന്നിലാകുമെന്ന് പഠന റിപ്പോർട്ട്. രാജ്യത്ത് ഇപ്പോൾ ഓരോ ദിവസവും ജനിക്കുന്നവരെക്കാൾ കൂടുതലാണ് മരിക്കുന്നവരുടെ എണ്ണം. ഈ നില തുടർന്നാൽ ജനസംഖ്യാ വർധനവിൽ എക്കാലത്തെയും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യം മാറും. ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 2034 ആകുമ്പോൾ രാജ്യത്തെ ജനസംഖ്യ 71 മില്യൺ മാത്രമായിരിക്കും. ബ്രിട്ടനിൽ ഓരോ ദിവസവും ജനിക്കുന്നവരെക്കാൾ കൂടുതലാണ് മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലോകത്തിലെ ഏറ്റവും സമ്പത്തായ മാനവവിഭവശേഷിയിൽ ബ്രിട്ടൻ വരും കാലങ്ങളിൽ ഏറെ പിന്നിലാകുമെന്ന് പഠന റിപ്പോർട്ട്. ഈ നില തുടർന്നാൽ ജനസംഖ്യാ വർധനവിൽ എക്കാലത്തെയും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യം മാറും. 2024-നും 2034-നും ഇടയ്ക്കുള്ള കാലയളവിൽ രാജ്യത്ത് 6.4 മില്യൺ കുട്ടികൾ ജനിക്കുമെന്നാണ് ONS-ന്റെ കണക്കുകൂട്ടൽ. ഇക്കാലയളവിൽ മരിക്കുന്നവരുടെ എണ്ണം 6.9 മില്യൺ ആകും. 7.3 മില്യൺ ആളുകൾ ഇക്കാലയളവിൽ രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ 5.1 മില്യൺ ആളുകൾ നാട് വിട്ട് സ്ഥിരമായി മറ്റു നാടുകളിലേക്ക് താമസം മാറ്റും. ഇതാണ് ONS-ന്റെ 10 വർഷത്തെ ജനസംഖ്യാ പ്രവചനം. കാലാന്തരത്തിൽ കുട്ടികളുടെയും യുവാക്കളുടെയും എണ്ണം കുറയുകയും പെൻഷൻകാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ ജനസംഖ്യയുടെ ഘടന മാറുന്നത് ആശങ്കയോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. പെൻഷനും ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനുമുള്ള ചെലവ് വർദ്ധിക്കുന്നതും വർക്ക് ഫോഴ്സിന്റെ ലഭ്യത കുറയുന്നതും സമ്പദ്ഘടനയ്ക്കുണ്ടാക്കുന്ന ആഘാതം ഏറെ വലുതായിരിക്കും. വടക്കൻ ലണ്ടനിലെ 2 ജൂത പുരുഷന്മാരെ കുത്തിയ സംഭവം തീവ്രവാദ ആക്രമണമായി പോലീസ് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച രാവിലെ വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീനിൽ 76ഉം 34ഉം വയസ്സുള്ള 2 ജൂത പുരുഷന്മാർക്ക് കുത്തേറ്റിരുന്നു. ജൂത വോളണ്ടിയർ ആംബുലൻസ് സർവീസായ ഹാറ്റ് സോളയാണ് ഇവരെ ചികിത്സിക്കുന്നത്.
തീവ്രവാദാക്രമണമായി പോലീസ് പ്രഖ്യാപിച്ച വടക്കൻ ലണ്ടനിലെ 2 ജൂത പുരുഷന്മാരെ കുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് 45 വയസ്സുള്ള ഒരാളെ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഇതിനെ ഒരു തീവ്രവാദ സംഭവമായി കണക്കാക്കുന്നു. ആക്രമണം മനഃപൂർവ്വം ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചാണോ എന്ന് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു. ബുധനാഴ്ച സ്കോട്ട്ലൻഡ് യാർഡിന് പുറത്ത് സംസാരിച്ച തീവ്രവാദ വിരുദ്ധ പോലീസിംഗ് മേധാവി ലോറൻസ് ടെയ്ലർ കുത്തേറ്റത് ഭീകരവാദമാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായി സ്ഥിരീകരിച്ചു. വടക്കൻ ലണ്ടനിലെ ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നിരവധി തീവെയ്പ് ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ സംഭവം. ഇതിൽ ഗോൾഡേഴ്സ് ഗ്രീനിലെ 2 സംഭവങ്ങളും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കോബ്ര യോഗം വിളിച്ചു. വ്യാഴാഴ്ച ക്രിമിനൽ നീതി ഏജൻസികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കേസുകളിൽ ഫലപ്രദവും വേഗത്തിലുള്ളതുമായ നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുകെയിലെ രാഷ്ട്രീയ നേതാക്കൾ ആക്രമണത്തെ അപലപിച്ചു. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ഇതിനെ ഭയാനകമെന്ന് വിശേഷിപ്പിച്ചു. ജൂത സമൂഹങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് എഡ് ഡേവി പറഞ്ഞു. കുട്ടിപ്പീഡകനായ എപ്സ്റ്റീനുമായി സൗഹൃദം പുലർത്തുകയും ഔദ്യോഗിക ഫയൽ വരെ ചോർത്തിയെന്ന് സംശയം നേരിടുകയും ചെയ്യുന്ന മണ്ടേൽസിനെ അംബാസഡർ പദവിയിലെത്തിച്ച തീരുമാനത്തിൽ വരുത്തിയ വീഴ്ചകൾക്ക് പ്രധാനമന്ത്രിയെ ഇനിയും ചുമക്കാൻ കഴിയില്ല എന്ന് ആഞ്ചല റെയ്നറെ പിന്തുണയ്ക്കുന്ന എംപിമാരുടെ നിലപാട്. കുട്ടിപ്പീഡകനായ എപ്സ്റ്റീനുമായി സൗഹൃദം പുലർത്തുകയും ഔദ്യോഗിക ഫയൽ വരെ ചോർത്തിയെന്ന് സംശയം നേരിടുകയും ചെയ്യുന്ന മണ്ടേൽസിനെ അംബാസഡർ പദവിയിലെത്തിച്ച തീരുമാനത്തിൽ വരുത്തിയ വീഴ്ചകൾ വരുത്തിയ പ്രധാനമന്ത്രിയുടെ തെറ്റിന്റെ വിഴുപ്പ് ഇനിയും ചുമന്നു നടക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി ഒരു വിഭാഗം ലേബർ എംപിമാർ രംഗത്ത് വന്നു. ഈ വിഷയത്തിൽ കീർ സ്റ്റാർമർ പുറത്തു പോകണമെന്ന് റെയ്നർ അനുകൂലികൾ മറയില്ലാതെ വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ച നടക്കുന്ന ലോക്കൽ തിരഞ്ഞെടുപ്പിന് പുറത്തേക്ക് സ്റ്റാർമറുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ആയുസില്ല എന്നാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. കീർ സ്റ്റാർമറുടെ നേതൃത്വം തുടരുന്നിടത്തോളം ലേബർ പാർട്ടി കുട്ടിപ്പീഡകരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന കുപ്രശസ്തി നിലനിർത്തുമെന്ന് ഒരു റെയ്നർ അനുകൂലി മുന്നറിയിപ്പ് നൽകി. മണ്ടേൽസൺ വിവാദം ലേബർ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പരമ്പരാഗത തൊഴിലാളി വിഭാഗങ്ങൾക്കിടയിൽ ദൂരവ്യാപകമായ കേടുപാടാണ് സൃഷ്ടിക്കുന്നതെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കി. എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മറച്ചുവെച്ച് മണ്ടേൽസനെ അംബാസഡർ ആക്കിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെയാണ് മുൻ കമ്മ്യൂണിക്കേഷൻസ് മേധാവി മാത്യു ഡോയലിന് പീറേജ് സമ്മാനിക്കാൻ പ്രധാനമന്ത്രി തീരുമാനമെടുത്തത്. കുട്ടിപ്പീഡനത്തിന് കുറ്റം ചാർത്തിയ കൗൺസിലർക്കായി പ്രചരണത്തിനിറങ്ങിയതിന് ലേബർ വിപ്പ് സസ്പെൻഡ് ചെയ്ത വ്യക്തിയാണ് ഡോയൽ. ഈ വിധത്തിൽ പീഡനക്കാരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന ദുഷ്പേര് സമ്പാദിച്ചെന്നും വിമർശനമുണ്ട്. സ്പെയിൻ, ഗ്രീസ്, സൈപ്രസ്, അമേരിക്ക, UAE, ഫ്രാൻസ്, ജർമ്മനി എന്നിവ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിലുമായി ആയിരക്കണക്കിന് ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ തുടരുന്നതായ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. പ്രാദേശിക നിയമങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും അടുത്ത കാലത്ത് അവയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം വിനോദസഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്നത്. അടുത്തിടെയായി വിദേശങ്ങളിൽ അറസ്റ്റിലാകുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണത്തിൽ 10% വർധനവ് ഉണ്ടായതോടെയാണ് ഇത്. സ്പെയിൻ, ഗ്രീസ്, സൈപ്രസ്, അമേരിക്ക, UAE, ഫ്രാൻസ്, ജർമ്മനി എന്നിവ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളുമായി ആയിരക്കണക്കിന് ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിൽ തുടരുന്നതായ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അടുത്തിടെയായി വിദേശങ്ങളിൽ അറസ്റ്റിലാകുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണത്തിൽ 10% വർധനവുണ്ടായതോടെ പ്രാദേശിക നിയമങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും അടുത്ത കാലത്ത് അവയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം വിനോദസഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്നത്. ഗ്രീസ് അടുത്തിടെയായി സൺബൈഡുകൾ, അംബ്രല്ലകൾ, സ്പീക്കേഴ്സ് എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിനോടൊപ്പം 251 ബീച്ചുകളിൽ ഈവന്റുകൾ സംഘടിപ്പിക്കുന്നതിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേനൽക്കാല തിരക്ക് പ്രതീക്ഷിച്ചാണ് ഈ നടപടികൾ. 2024 പരീക്ഷണാർത്ഥം നടത്തിയ ഈ നിരോധനം ഇപ്പോൾ കൂടുതൽ ബീച്ചുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ നിയമങ്ങളും മറ്റ് അനുബന്ധ നിയമങ്ങളും നന്നായി മനസ്സിലാക്കി വേണം യാത്ര തുടങ്ങാൻ എന്ന് ട്രാവൽ ഇൻഷുറൻസ് കമ്പനികളും ഓർമ്മിപ്പിക്കുന്നു. അറസ്റ്റിലായ ബ്രിട്ടീഷ് വിനോദസഞ്ചാരികളിൽ 5% പേരുടേത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണെങ്കിൽ 3% പേർ അറസ്റ്റിലായത് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കാണ്. ബാക്കിയുള്ള 92% പേരും അറസ്റ്റിലായത് ഇത്തരത്തിൽ അറിയപ്പെടാതെ പോയ പൊതു നിയമങ്ങൾ ലംഘിച്ചതിനാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഓരോ രാജ്യത്തെ പ്രാദേശിക നിയമങ്ങളും വ്യത്യസ്തമായിരിക്കുമെന്നും അവ യാത്രയ്ക്ക് മുൻപേ മനസ്സിലാക്കിയിരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയവും നിർദ്ദേശിക്കുന്നു. നിങ്ങൾ ജനിച്ചത് എവിടെയാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ HMRCയിൽ നിന്നും നിങ്ങൾക്ക് ശരാശരി 2240 പൗണ്ട് ധനസഹായം ലഭിക്കും. എന്നാൽ ചൈൽഡ് എയ്ഡ് ട്രസ്റ്റ് ഫണ്ടിൽ നിന്നും ഇത്തരത്തിൽ പണം ലഭിക്കുന്ന വിവരം ബ്രിട്ടനിലെ 7,28,000 പേർക്ക് അറിയില്ല എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ സർക്കാർ സഹായത്തോടെ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് CTF. കുട്ടികൾക്ക് നികുതിയില്ലാതെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആരംഭിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. മാതാപിതാക്കൾക്ക് ഇതിൽ പണം നിക്ഷേപിക്കാമായിരുന്നു. ജനിച്ചത് എവിടെയാണെന്നതിന്റെ അടിസ്ഥാനത്തിൽ HMRCയിൽ നിന്നും ശരാശരി 2240 പൗണ്ട് ധനസഹായം ലഭിക്കുമെന്ന വിവരം ബ്രിട്ടനിലെ 7,28,000 പേർക്ക് അറിയില്ല എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഈ തുക ലഭിക്കും. എന്നാൽ ഈ പദ്ധതിയിൽ ചേർന്ന 63 ലക്ഷം പേരിൽ ധാരാളം പേർക്ക് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടമായിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ള കാര്യം പലരും മറന്നുപോയിരിക്കുന്നു. ഇപ്പോൾ ഈ അക്കൗണ്ടിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അത് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നതിനെ കുറിച്ചും ഇപ്പോൾ 21 വയസ്സുള്ള ആയിരക്കണക്കിന് യുവാക്കൾക്ക് സർക്കാരിൽ നിന്നും അറിയിപ്പ് ലഭിക്കും.
ലഭിക്കും. നിങ്ങൾക്ക് എത്ര തുക കിട്ടാനുണ്ട് എന്നത് കണ്ടുപിടിക്കുന്ന കാര്യം തികച്ചും സൗജന്യമാണ്. എന്നിരുന്നാലും ഈ തുക വാങ്ങി നൽകാൻ ചില ഇടനിലക്കാർ ഫീസ് ഈടാക്കിയേക്കുമെന്ന് അടുത്തിടെ മണി സേവിംഗ്സ് എക്സ്പെർട്ട് മാർട്ടിൻ ലൂയിസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത്തരക്കാരുമായി ഒരു ബന്ധവും സ്ഥാപിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യമാണിതെന്നായിരുന്നു അദ്ദേഹം അടുത്തിടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. 2002 മുതൽ 2011 വരെ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്കായി സർക്കാർ ഒരുക്കിയ പദ്ധതിയായിരുന്നു ഇത്. ദീർഘകാല നികുതിരഹിത നിക്ഷേപ പദ്ധതി. ഒരു കുട്ടി ജനിക്കുമ്പോൾ സർക്കാർ നിക്ഷേപിച്ചിരുന്ന 250 പൗണ്ട് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. കുട്ടിക്ക് 7 വയസ്സാകുമ്പോൾ മറ്റൊരു 250 പൗണ്ട് കൂടി നൽകും. അതേസമയം കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങൾക്ക് 500 പൗണ്ട് വരെയായിരുന്നു 2 തവണയായി സർക്കാർ നിക്ഷേപിച്ചിരുന്നത്. ഈ പണം എങ്ങനെയാണ് നിക്ഷേപിച്ചത് എന്നതിനനുസരിച്ച് ഇതിലെ തുക ഇപ്പോൾ വർദ്ധിച്ചിരിക്കും. HMRCയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇത് ശരാശരി 2240 പൗണ്ട് വരെ ആയിട്ടുണ്ടാകും. യഥാർത്ഥ തുകകൾ കുട്ടിയുടെ പ്രായം, പണം നിക്ഷേപിച്ചത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലാണോ, കൂടുതൽ പണം പിന്നീട് നിക്ഷേപിച്ചിരുന്നുവോ എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയും കുറഞ്ഞുമിരിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ ഉപകാരപ്രദമായേക്കാവുന്ന ഈ തുകയെക്കുറിച്ച് അതിനർഹമായ യുവാക്കളിൽ 1/6 പേർക്ക് വീതം അറിയില്ല എന്നാണ് സാമ്പത്തിക സ്ഥാപനമായ ഹർഗ്രീവ്സ് ലാൻസ്ഡൌൺ നടത്തിയ പഠനത്തിൽ തെളിഞ്ഞത്. നിങ്ങൾ ജനിച്ചത് 2002 സെപ്റ്റംബർ 1-നും 2011 ജനുവരി 2-നും ഇടയിലാണെങ്കിൽ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ടിൽ നിന്നും പണം ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട്. നിങ്ങൾക്ക് 16 വയസ്സ് തികഞ്ഞാൽ ഈ അക്കൗണ്ടിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കാം. 18 വയസ്സ് മുതൽ അതിൽ നിന്നും പണം പിൻവലിച്ച് തുടങ്ങുകയും ചെയ്യാം. പൂർണ്ണമായും നികുതിരഹിതമായ ഈ അക്കൗണ്ടിൽ നിന്നും ലഭിക്കുന്ന പണം നിങ്ങളുടെ മറ്റ് ആനുകൂല്യങ്ങളെ ബാധിക്കുകയുമില്ല. അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്കായി അക്കൗണ്ട് തുറന്ന വ്യക്തിയുമായി ബന്ധപ്പെടാനാണ് മാർട്ടിൻ ലൂയിസ് നിർദ്ദേശിക്കുന്നത്. അത് സാധ്യമല്ല എങ്കിൽ മാതാപിതാക്കളുമായോ HMRCയുമായോ ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കാം. യുക്രൈനേക്കാൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ചതിനാലാണ് താൻ രാജിവെച്ചതെന്ന വെളിപ്പെടുത്തലുമായി യുക്രൈനിലെ മുൻ US അംബാസഡർ ബ്രിഡ്ജറ്റ് ബ്രിങ്ക്. തന്റെ പിൻഗാമിയായ ജൂലിയ ഡേവിസിന്റെ വിടവാങ്ങലിനെ കുറിച്ചുള്ള ഒരു എക്സ്പോസ്റ്റിനോട് പ്രതികരിച്ച് എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ബ്രിങ്കിന്റെ വെളിപ്പെടുത്തൽ. ഏകാധിപതികളുടെ പക്ഷം പിടിക്കുന്നത് ഞങ്ങളുടെ രീതിയല്ല എന്ന് രാജിവെക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പ്രതികരിക്കവേ അവർ പറഞ്ഞു. 2022 മുതൽ 2025 വരെയാണ് കീവിൽ യുഎസിനെ പ്രതിനിധീകരിച്ച ബ്രിങ്ക് യുക്രൈനേക്കാൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ചതിനാലാണ് താൻ രാജിവെച്ചതെന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ യുക്രൈൻ നയത്തോടുള്ള വിയോജിപ്പ് കാരണം 2025 മെയ് മാസത്തിലാണ് അവർ രാജിവെച്ചത്. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി ഔദ്യോഗിക ജീവിതം ഉപേക്ഷിച്ച് അവർ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ മിഷിഗണിലെ 7ാം കോൺഗ്രഷണൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്രിങ്കിന് ശേഷം US അംബാസഡറായി ചുമതലയേറ്റ ജൂലിയ ഡേവിസും 1 വർഷം തികയുന്നതിന് മുൻപേ സ്ഥാനമൊഴിയുകയാണ്. യുക്രൈനോടുള്ള അമേരിക്കയുടെ പിന്തുണ കുറയുന്നതിലെ അതൃപ്തിയാണ് ഇതിന് കാരണമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അത് നിഷേധിച്ചു. ഡേവിസ് ഈ വർഷം അവസാനം ഔദ്യോഗികമായി വിരമിക്കുമെന്നാണ് വിവരം. റഷ്യ യുക്രൈൻ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ട്രംപിന്റെ 2ാം ഊഴം തുടങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും യുദ്ധം തുടരുകയാണ്. നിലവിൽ ഇറാനുമായുള്ള US സംഘർഷങ്ങൾ കാരണം അമേരിക്കയുടെ ശ്രദ്ധ യുക്രൈനിൽ നിന്ന് മാറുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അഭിപ്രായപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ നയതന്ത്ര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ തോക്ക് കൈവശം വെച്ചിരിക്കുന്ന തന്റെ ചിത്രത്തോടൊപ്പം ഇനി മര്യാദക്കാരനായിരിക്കില്ല എന്നും ട്രംപ് കുറിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ നയതന്ത്ര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഇനി മര്യാദക്കാരനായിരിക്കില്ല എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ തോക്ക് കൈവശം വെച്ചിരിക്കുന്ന തന്റെ ചിത്രത്തോടൊപ്പം ട്രംപ് കുറിച്ചു. ചർച്ചകളുടെ മന്ദഗതിയിലുള്ള പുരോഗതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച ട്രംപ് ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ അറിയില്ല എന്ന് പരിഹസിച്ചു. ഇറാൻ എത്രയും പെട്ടെന്ന് ബുദ്ധിപരമായ തീരുമാനം എടുക്കുന്നതാണ് നല്ലത്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ കൂടുതൽ ആക്രമണോത്സുകമായ സമീപനം സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മിസൈൽ സാങ്കേതിക വിദ്യ, ഉപരോധങ്ങൾ എന്നിവ മാറ്റിവെച്ച് പശ്ചിമേഷ്യയിലെ വെടിനിർത്തലിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം ട്രംപ് തള്ളി. ഇറാൻ സാമ്പത്തികമായി തകർച്ചയുടെ വക്കിലാണെന്നും അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നുകിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പാകിസ്ഥാനിലും റഷ്യയിലും സന്ദർശനം നടത്തി പിന്തുണ തേടുന്നുണ്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ നിലപാടുകൾ തള്ളിക്കളഞ്ഞു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ ചേർന്ന GCC ഉച്ചകോടി ഇറാൻ നൽകുന്ന ഗതാഗത തടസ്സങ്ങളെ അപലപിക്കുകയും നാവിക സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിലെ യുദ്ധത്തിന് യുഎസിന് ചെലവായത് $2500 കോടി. US കോൺഗ്രസിലെ സായുധ സേനാ സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ കണക്ക് വെളിപ്പെടുത്തിയത്. ഇറാനെതിരെ പ്രയോഗിച്ച ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾക്കാണ് പണമേറെയും ചെലവാക്കിയത്. US കോൺഗ്രസിലെ സായുധ സേനാ സ്ഥിരം സമിതിയുടെ തെളിവെടുപ്പിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ ഇറാനിലെ യുദ്ധത്തിന് യുഎസിന് ചെലവായത് $2500 കോടി ആണെന്ന് വെളിപ്പെടുത്തിയത്. അതിനിടെ ഇറാനിലേക്ക് ഇന്ന് സംശയിച്ച ചരക്കു കപ്പലിനെ അറബിക്കടലിൽ US സേന തടഞ്ഞു. കപ്പലിൽ കയറിയ മറൈനുകൾ പരിശോധന നടത്തി. കപ്പൽ ഇറാൻ തുറമുഖത്തേക്കുള്ള
അനുവദിച്ചിട്ടുള്ളതല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ MV ബ്ലൂ സ്റ്റാർ 3 എന്ന കപ്പലിനെ യാത്ര തുടരാൻ അനുവദിച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 39 കപ്പലുകളെ വഴിതിരിച്ചുവിട്ടതായും US വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.38 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 95.25 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.18 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.65 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് സർക്കാർ രൂപീകരിക്കുമെന്ന് TVK നേതാവും ഈറോഡ് വെസ്റ്റിലെ സ്ഥാനാർത്ഥിയുമായ KK ആനന്ദ് മോഹൻ പറഞ്ഞു. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് പിന്നാലെ പോകുന്നില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. വാർത്താ ഏജൻസിയായ ANI-യോടാണ് ആനന്ദ് മോഹന്റെ പ്രതികരണം. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് സർക്കാർ രൂപീകരിക്കുമെന്ന് TVK നേതാവും ഈറോഡ് വെസ്റ്റിലെ സ്ഥാനാർത്ഥിയുമായ KK ആനന്ദ് മോഹൻ പറഞ്ഞു. വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നെങ്കിലും ഞങ്ങൾ അത് കാര്യമാക്കുന്നില്ല. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് തനിച്ച് സർക്കാർ രൂപീകരിക്കും. 10-ൽ 7 പേരും TVKയുടെ വിസിൽ ചിഹ്നത്തിന് വോട്ട് ചെയ്തു. വിജയ് നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് ആനന്ദ് മോഹൻ വ്യക്തമാക്കി. സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് വിജയ്ക്കും ആത്മവിശ്വാസമുണ്ട്. ജനങ്ങൾക്കും അതിൽ ഉറപ്പുണ്ട്. തങ്ങൾ അഭിപ്രായ സർവേ ഫലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെണ്ണലിന്റെ പിറ്റേ ദിവസമായ ചൊവ്വാഴ്ച വിജയ് ചെന്നൈയിൽ ആലോചനാ യോഗം വിളിച്ചിട്ടുണ്ടെന്നും ആനന്ദ് മോഹൻ അറിയിച്ചു. യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം വിജയം ഉറപ്പാണെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിൽ ഭൂരിഭാഗവും എക്സിറ്റ് പോളുകളും DMK-യുടെ ഭരണ തുടർച്ച പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ സർവേ ഫലം വളരെ വ്യത്യസ്തമാണ്. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം വൻ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി ഭരണകക്ഷിയായ DMK അട്ടിമറിക്കുമെന്നുമാണ് ആക്സിസ് മൈ ഇന്ത്യ ഫലം പറയുന്നത്. ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ TVK ഇത്രയും അധികം സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ച സർവേയും ഇതാണ്. പ്രാദേശിക പോളുകൾ അടക്കം പുറത്തുവന്ന സർവേകളിൽ 7-ഉം DMK-ക്ക് തുടർഭരണം പ്രവചിക്കുമ്പോൾ 2 സർവേകൾ പറയുന്നത് AADMK സഖ്യം അധികാരത്തിലെത്തും എന്നാണ്. BNS വ്യവസ്ഥകൾ പ്രകാരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയാൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി. BNS വ്യവസ്ഥകൾ പ്രകാരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയാൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി രംഗത്ത് വന്നു. പൊതുസേവകരോ ജഡ്ജിമാരോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും മുൻകൂർ അനുമതിയില്ലാതെ തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കളുടെ പേരിൽ കേസെടുക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയതിനെതിരായ CPM നേതാവ് ബൃന്ദ കാരാട്ടിന്റെ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വിക്രം നാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം. CAA വിരുദ്ധ സമരം നടത്തിയവരെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിച്ച് നടത്തിയ പ്രസംഗം വിദ്വേഷം ജനിപ്പിക്കുന്നതാണെന്നും കേസെടുക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ മെറിറ്റ് പരിശോധിക്കുമ്പോൾ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കി. കേസെടുക്കാൻ മാത്രം ഗൗരവതരമായ കുറ്റങ്ങൾ പ്രസംഗത്തിലില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അതേസമയം കേസെടുക്കാനുള്ള മുൻകൂർ അനുമതിയെ സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണം സുപ്രീം കോടതി തിരുത്തുകയും ചെയ്തു. വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികളോടൊപ്പമാണ് വൃന്ദ കാരാട്ടിന്റെ ഹർജിയും പരിഗണിച്ചത്. വിദ്വേഷ പ്രസംഗങ്ങളെ നേരിടാൻ നിലവിൽ നിയമങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിദ്വേഷ പ്രസംഗങ്ങളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നത് സാഹോദര്യം, അന്തസ്, ഭരണഘടനാക്രമം എന്നിവയെ നേരിട്ട് ബാധിക്കുന്നതാണെന്നും നിരീക്ഷിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യ വാങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ വില $120 മുകളിൽ തുടരുന്ന സ്ഥിതിയുണ്ടായാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 6% താഴ്ന്നേക്കാമെന്ന് റിസർച്ച് ഏജൻസിയായ ഏണസ്റ്റ് ആൻഡ് യങ്. ഇതുവഴി പണപ്പെരുപ്പം ഉയരാമെന്നും ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ ചീഫ് പോളിസി അഡ്വൈസർ DK ശ്രീവാസ്തവ അഭിപ്രായപ്പെട്ടു. ധനക്കമ്മിയിൽ ഇതുണ്ടാക്കുന്ന ആഘാതം കുറയ്ക്കുന്നതിന് ഇന്ധനവിലയിലൂടെയുള്ള അധിക ചെലവ് വിപണിയിലേക്ക് വലിയ അളവിൽ കൈമാറേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഏപ്രിൽ-ജൂൺ കാലയളവിൽ ബ്രന്റ് ക്രൂഡ് വില $115 തുടരാനാണ് സാധ്യതയെന്നാണ് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള എണ്ണ വിതരണത്തെ അത് ഗുരുതരമായി ബാധിച്ചേക്കാം. നിലവിൽ പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നുള്ള എണ്ണ നീക്കം വലിയ അളവിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ആഗോളതലത്തിൽ 20% വരെ എണ്ണയാണ് ഹോർമൂസ് കടലെടുക്ക് വഴി കടന്നു പോകുന്നത്. ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ ശരാശരി വില മാർച്ചിൽ വീപ്പയ്ക്ക് $113.49 ആണ്. ഏപ്രിൽ ഇത് $114.13 ഉയർന്നു. ഫെബ്രുവരിയിൽ ഇത് $69.01 മാത്രമായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.5% എത്തുമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമാനം. അതേസമയം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ വളർച്ചാനുമാനം മുൻപ്
കണക്കാക്കിയിരുന്ന 6.9% നിന്ന് 6.6% കുറച്ചിട്ടുണ്ട്. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ നേരത്തെ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കാനിരിക്കെ UDF-ന് ഭരണം ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. ജനവികാരം പരിഗണിച്ചാവും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സർവേകളിൽ കണ്ടത് ജനങ്ങളുടെ അഭിപ്രായം. മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലടക്കം ജനങ്ങളുടെ വികാരം പരിഗണിച്ചാകും UDF മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം പറഞ്ഞു. എക്സിറ്റ് പോളിൽ UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ച് വേണം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനം വരേണ്ടതെന്ന മുസ്ലിം ലീഗ് അധ്യക്ഷന്റെ പ്രതികരണം വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. UDF-ൽ നേതാക്കളുടെ രാജിക്കാര്യത്തിലടക്കം മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ നിർണായകമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനവികാരം എന്ന പേരിൽ ലീഗ് VD സതീശന് നൽകുന്ന ഈ പരോക്ഷ പിന്തുണ UDF-ന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിലുള്ള തീരുമാനത്തിൽ നിർണായകമാകും. മുഖ്യമന്ത്രി ആരാകണമെന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ലീഗിനുണ്ടെന്ന് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും ഇക്കാര്യം അറിയിക്കുമെന്ന നിലപാടാണ് ലീഗ് അന്നേ കൈക്കൊണ്ടത്. രമേശ് ചെന്നിത്തലയുമായി ദീർഘകാലമായുള്ള ബന്ധമാണ് മുസ്ലിം ലീഗിനുള്ളത്. KC വേണുഗോപാലുമായും ലീഗിന് പ്രത്യേകം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 6 മാസം മുൻപ് വരെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ മുഖ്യമന്ത്രിയാകട്ടെ എന്ന മൃദു സമീപനമാണ് ലീഗ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ VD എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. എക്സിറ്റ് പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നുവെന്നും അന്ന് ശൈലജ ടീച്ചർ തോൽക്കുമെന്ന് പ്രവചിച്ചിരുന്നെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. അന്നത്തെ എക്സിറ്റ് പോൾ നിരീക്ഷണം തെറ്റായിരുന്നു. ഇത്തവണത്തേത് സ്വീകരിക്കാനാവില്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എക്സിറ്റ് പോൾ തള്ളി LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്ത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണ്. എക്സിറ്റ് പോളിൽ ഏറ്റവും മികച്ച പിന്തുണ മുഖ്യമന്ത്രിക്കാണ്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. എത്ര സീറ്റ് LDF-നെന്ന് പ്രവചിക്കാൻ താനില്ല എന്നും LDF കൺവീനർ പറഞ്ഞു. പാർട്ടിക്കൊരു വിശകലനമുണ്ട്, അത് പുറത്തു പറയാനാവില്ല. ഭരണമാറ്റം വേണമെന്ന് പറയുന്നവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേണമെന്നത് കൂടി വിശദമാക്കണം. എക്സിറ്റ് പോൾ കണക്കുകൂട്ടലിൽ തെറ്റ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജയിക്കും മുൻപ് മുഖ്യമന്ത്രി ചർച്ച ജനാധിപത്യത്തെ അപമാനിക്കുന്നതാണ്. കോഴിക്കോട് LDF മുന്നേറ്റമുണ്ടാക്കും, താനും ജയിക്കും. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകില്ല. ഇത്തരമൊരു വിശകലനം തെറ്റാണെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ SM സ്ട്രീറ്റ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് PV അൻവർ. ഈ പ്രഖ്യാപനം നടത്തിയ അൻവർ സമാനമായ വെല്ലുവിളി ഏറ്റെടുക്കാൻ PA മുഹമ്മദ് റിയാസ് തയ്യാറുണ്ടോ എന്നും ചോദിച്ചു. റിയാസ് വലിയ വിജയപ്രതീക്ഷ പുലർത്തുമ്പോഴും മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ തനിക്ക് അനുകൂലമാകുമെന്നാണ് അൻവറിന്റെ പക്ഷം. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് ജയിച്ചാൽ മൊട്ടയടിച്ച് കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ SM സ്ട്രീറ്റ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് വെല്ലുവിളിച്ച് PV അൻവർ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ രീതികളും അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് പാർട്ടിയിൽ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളുമാണ് CPM-നെ തകർക്കുന്നതെന്നും അൻവർ ഫറോക്കിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. ഇടതുപക്ഷത്തെ തകർക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലെ അപ്രമാദിത്വമാണെന്ന് പറഞ്ഞ അദ്ദേഹം പാർട്ടിയെ മുഹമ്മദ് റിയാസ് ഹൈജാക്ക് ചെയ്തുവെന്നും കൂട്ടിച്ചേർത്തു. പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിയന്ത്രണത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമായി പാർട്ടിയെ മാറ്റാൻ റിയാസ് ശ്രമിച്ചുവെന്നും ഇതിന് പാർട്ടി സെക്രട്ടറി വളം വെച്ചു കൊടുത്തുവെന്നും അൻവർ കുറ്റപ്പെടുത്തി. പാർട്ടിക്കുള്ളിലെ കുടുംബാധിപത്യം കാരണം അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്നും ഇത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധപതനത്തിന്റെ പാതയിലാണെന്ന് അൻവർ മുന്നറിയിപ്പ് നൽകി. ഏകീകരണം നടന്നിട്ടില്ല. ബേപ്പൂരിൽ BJP വോട്ട് കുറയും. ഇവിടെ BJP CPM ഡീൽ പൊളിഞ്ഞുവെന്ന് പറഞ്ഞ അൻവർ കേരളത്തിലെ BJP ലീഡർഷിപ്പ് പിണറായിക്ക് കഞ്ഞിവെച്ചു കൊടുത്തുവെന്ന ഗുരുതര ആരോപണവും ഉന്നയിച്ചു. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണലും സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡും സമനിലയിൽ പിരിഞ്ഞു. റിയാദ് എയർ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ നടന്ന തീപാറും പോരിൽ ഓരോ ഗോൾ വീതം നേടിയാണ് ഇരുവരും സമനിലയിൽ പിരിഞ്ഞത്. പെനാൽറ്റിയിലൂടെയായിരുന്നു 2 ഗോളുകൾ. ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ഇംഗ്ലീഷ് കരുത്തരായ ആഴ്സണലും സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡും റിയാദ് എയർ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ നടന്ന തീപാറും പോരിൽ ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ആദ്യ പകുതിയിൽ ആഴ്സണലായിരുന്നു മുന്നിൽ. മത്സരത്തിന്റെ 44-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കൃത്യമായ ലക്ഷ്യത്തിലെത്തിച്ച് വിക്ടർ ഗ്യോക്കരേസയാണ് ആഴ്സണലിനെ മുന്നിലെത്തിച്ചത്. രണ്ടാം പകുതിയിൽ അത്ലറ്റിക്കോ ശക്തമായി തിരിച്ചു വന്നു. 56-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി ഹൂലിയൻ ആൽവരസ് അത് ലുറ്റിക്കോയ്ക്കായി സമനില പിടിച്ചു. തുടർന്ന് ഇരുവരും മികച്ച ചില മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോൾ പിറന്നില്ല.
ആദ്യപാദ സെമി സമനിലയിൽ പിരിഞ്ഞതോടെ ലണ്ടനിലെ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ മെയ് 6 നടക്കുന്ന രണ്ടാം പാദ സെമി ജേതാക്കൾ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കും. നേരത്തെ പാരീസിൽ നടന്ന ബയേൺ PSG ആദ്യപാദ സെമി പോരിൽ PSG-ക്കായിരുന്നു ജയം. 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു PSG ബയേണിനെ തറപറ്റിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടൻ മാനവവിഭവശേഷിയിൽ വരും കാലങ്ങളിൽ ഏറെ പിന്നിലാകുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു. രാജ്യത്ത് ഓരോ ദിവസവും ജനിക്കുന്നവരെക്കാൾ മരിക്കുന്നവരുടെ എണ്ണം കൂടുതൽ. ജനസംഖ്യാ വർധനവിൽ എക്കാലത്തെയും കുറഞ്ഞ നിരക്കിലേക്ക് രാജ്യം കൂപ്പുകുത്തുമെന്ന് സൂചന. ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം 2034 ആകുമ്പോൾ രാജ്യത്തെ ജനസംഖ്യ 71 മില്യൺ മാത്രം. രാജ്യത്തെ ജനസംഖ്യയുടെ ഘടന മാറുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ. വടക്കൻ ലണ്ടനിൽ 2 ജൂത പുരുഷന്മാർക്ക് കുത്തേറ്റ സംഭവം തീവ്രവാദ ആക്രമണവുമായി പ്രഖ്യാപിച്ച് പോലീസ്. കുത്തേറ്റത് വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ ഗോൾഡേൻസ്റ്റീനിൽ 76ഉം 34ഉം വയസ്സുള്ള 2 ജൂത പുരുഷന്മാർക്ക്. ആക്രമണം മനഃപൂർവ്വം ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചാണോ എന്ന അന്വേഷണം പുരോഗമിക്കുന്നു. സംഭവം വടക്കൻ ലണ്ടനിലെ ജൂത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നിരവധി തീവെയ്പ് ആക്രമണങ്ങൾക്ക് പിന്നാലെ. കോബ്ര യോഗം വിളിച്ച് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തു. മണ്ടേൽസിനെ അംബാസഡർ പദവിയിലെത്തിച്ച തീരുമാനത്തിൽ വീഴ്ചകൾ വരുത്തിയ പ്രധാനമന്ത്രിയെ ഇനിയും ചുമക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിൽ ആഞ്ചല റെയ്നറെ പിന്തുണയ്ക്കുന്ന എംപിമാർ. കീർ സ്റ്റാർമർ പുറത്തു പോകണമെന്ന് മറയില്ലാതെ വ്യക്തമാക്കി റെയ്നർ അനുകൂലികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് സ്റ്റാർമറുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ആയുസ്സില്ല എന്ന് വിമതപക്ഷം. കീർ സ്റ്റാർമറുടെ നേതൃത്വം തുടരുന്നിടത്തോളം ലേബർ പാർട്ടി കുട്ടിപ്പീഡകരെ സംരക്ഷിക്കുന്ന പാർട്ടി എന്ന കുപ്രശസ്തി നിലനിർത്തുമെന്ന് റെയ്നർ അനുകൂലികൾ. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടൻ നയതന്ത്ര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളുടെ മന്ദഗതിയിലുള്ള പോക്കിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ട്രംപ്. ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാൻ അറിയില്ല എന്നും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ല എങ്കിൽ കൂടുതൽ ആക്രമണോത്സുകമായ സമീപനം സ്വീകരിക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. മിസൈൽ സാങ്കേതിക വിദ്യ, ഉപരോധങ്ങൾ എന്നിവ മാറ്റിവെച്ച് പശ്ചിമേഷ്യയിലെ വെടിനിർത്തലിലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനിലെ യുദ്ധത്തിന് US-ന് ചെലവായത് $2500 കോടി എന്ന് പെന്റഗൺ. യുക്രൈനേക്കാൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പിന്തുണച്ചതിനാലാണ് താൻ രാജിവെച്ചതെന്ന വെളിപ്പെടുത്തലുമായി യുക്രൈനിലെ മുൻ US അംബാസഡർ ബ്രെഡ്ജിറ്റ് ബ്രിങ്ക്. ബ്രിങ്കിന്റെ വെളിപ്പെടുത്തൽ തന്റെ പിൻഗാമിയായ ജൂലിയ ഡേവിസിന്റെ വിടവാങ്ങലിനെ കുറിച്ചുള്ള ഒരു എക്സ്പോസ്റ്റിനോട് പ്രതികരിച്ച കുറിപ്പിൽ. ഏകാധിപതികളുടെ പക്ഷം പിടിക്കുന്നത് ഞങ്ങളുടെ രീതിയല്ല എന്ന് ബ്രിങ്കിന്റെ പ്രതികരണം. ബ്രിങ്കിന് ശേഷം US അംബാസഡറായി ചുമതലയേറ്റ ജൂലിയ ഡേവിസ് സ്ഥാനമൊഴിയുന്നത് 1 വർഷം പോലും തികയ്ക്കാതെ. യുക്രൈനോടുള്ള അമേരിക്കയുടെ പിന്തുണ കുറയുന്നതിലെ അതൃപ്തിയാണ് ജൂലിയ ഡേവിസിന്റെ രാജിക്ക് പിന്നിലും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം. മെയ് 4-ന് 150-ലധികം സീറ്റുകൾ നേടി വിജയ് സർക്കാർ രൂപീകരിക്കുമെന്ന് TVK നേതാവ് KK ആനന്ദ് മോഹൻ. വോട്ടെണ്ണലിന്റെ അടുത്ത ദിവസം ചെന്നൈയിൽ ആലോചനാ യോഗം വിളിച്ചു ചേർത്ത് വിജയ്. തമിഴ്നാട്ടിൽ ഭൂരിഭാഗവും എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത് DMK-യുടെ ഭരണ തുടർച്ച. TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും 98 മുതൽ 120 സീറ്റുകൾ വരെ നേടി ഭരണകക്ഷിയായ DMK അട്ടിമറിക്കുമെന്നും ആക്സിസ് മൈ ഇന്ത്യ ഫലം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശന് പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്. UDF-ന് ഭരണം ലഭിക്കുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോളിൽ UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയത് VD സതീശന്. ജനങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചു വേണം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള തീരുമാനം വരേണ്ടതെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.